ടീച്ചറെ ഗുഡ് മോർണിംഗ്. ടീച്ചറെ, നമ്മുടെ ശംഖു ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇത് കിട്ടാനുള്ള വഴി എന്താ? നമസ്കാരം എസ് കെ. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. നമ്മുടെ മന്ത്രിയുടെ പ്രഖ്യാപനം പറഞ്ഞിട്ട് ഒത്തിരി നാളുകളായി. നമ്മളോട് തന്നെ കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ ബിരിയാണി ആയില്ലേ എന്ന്. എന്നാൽ മന്ത്രി പറഞ്ഞത് നമ്മുടെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. നമ്മുടെ എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്ക് രക്ഷകർത്താക്കൾക്കും ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അതൊന്നും നമ്മുടെ മന്ത്രി പറഞ്ഞിട്ട് അതൊന്നും നമ്മുടെ പ്രാവർത്തികമാക്കാത്ത ഒരവസ്ഥയാണ്. അത് വളരെ ദയനീയമാണ്. എന്ന് വെച്ചാല് അത് ഒരു നമ്മുടെ ബ്യൂറോ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ ബിരിയാണി പോലുള്ള സാധനമൊക്കെ വെക്കാൻ ഈ ടീച്ചേഴ്സിനും അതിൽ പാചകക്കാർക്കും ഒരു ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് ഇന്ന് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഞ്ഞി വെക്കുന്ന പോലെ ബിരിയാണി വെച്ച് കളയുമെന്നുള്ള ഭയമാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. അപ്പോൾ ഈ ബിരിയാണി വെക്കുന്നതിന് ഒരു ട്രെയിനിങ് ആവശ്യമില്ലേ? എന്താ അത് ബിരിയാണി വയ്ക്കുന്നതിന് നമുക്ക് സാധനമില്ലാതെ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതല്ല, ഈ ട്രെയിനിങ് ഇല്ലാതെ ബിരിയാണി വെക്കാൻ എല്ലാ അംഗനവാടി കക്ഷികൾക്കും അറിയാമോ? അതാണ് എൻ്റെ ചോദ്യം. നമുക്കിപ്പം എന്താ പറയാ, കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും എല്ലാവരും ബിരിയാണി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളോടും കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത്. നമ്മളോട് പിന്നെ ചില കുഞ്ഞുങ്ങൾ വന്ന് നമ്മളോട് ചോദിക്കും, ടീച്ചറെ ചിക്കൻ ഇല്ലേ? അവരിപ്പം എന്താ പറയാ, പണ്ടത്തെ ഫുഡ് പോലെ അല്ല. എല്ലാ വീടുകളിലും മിക്കവാറും ദിവസങ്ങളിൽ ബിരിയാണിയും ചിക്കനും ഒക്കെ ഉണ്ട്. നമ്മുടെ അമ്മമാര് വന്ന് ചോദിക്കും, ടീച്ചറെ എന്താ നമ്മുടെ അംഗൻവാടിയിൽ പറഞ്ഞില്ലേ? കുഞ്ഞും ചോദിക്കും. അവരുടെ വീടുകളിൽ ഇപ്പോൾ പണ്ടത്തെ മെനു അല്ല ഇപ്പോഴത്തെ മെനു. പക്ഷെ പണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലെ ഫുഡെല്ലാം എന്താ പറയാ, കഞ്ഞിയും പയറും. പക്ഷെ ഇപ്പൊ നമ്മൾ മിക്കവാറും അംഗൻവാടികളിൽ ചോറായിട്ടുണ്ട്. ഒത്തിരി മെനു പരിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നമ്മുടെ ബിരിയാണിയുടെ ഒരു ഇത് മാത്രം എന്താ പറയാ, നമ്മുടെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നമ്മുടെ കുഞ്ഞുങ്ങളെയും രക്ഷകർത്താക്കളെയും നമ്മുടെ അംഗൻവാടി ജീവനക്കാരെയും എന്താ പറയാ, ഒരു എന്താ നമ്മളൊരു ഒരു ഒരു എന്താ പറയാ, ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രഖ്യാപനം ആയിപ്പോയി. ഓക്കെ, എന്തായാലും മന്ത്രിയുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കാം ടീച്ചറെ. ടീച്ചറിൻ്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അസ്വസ്ഥത നമ്മൾ മന്ത്രി അറിയിക്കുകയും ചെയ്യാം. താങ്ക് യു. ശംഖു ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ബിരിയാണി കിട്ടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.